ഭൂമിദേവി പൃഥു മഹാരാജാവിനോടുള്ള തന്റെ സംഭാഷണം തുടരുകയാണ്. പൂർവസൂരികൾ കാണിച്ചു തന്ന ഫലപ്രദങ്ങളായ ആ ഉപായങ്ങൾ ഇന്നുള്ളവർക്കും ആചരിക്കാൻ യോഗ്യങ്ങളാകുന്നു. പൂർണ്ണ വിശ്വാസത്തോടുകൂടി ആ മാർഗങ്ങളെ സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഏതൊരുവനും ഇക്കാലത്തും ഫലപ്രാപ്തിയിലെത്തുക തന്നെ ചെയ്യും. പൂർവസൂരികൾ കാണിച്ചു തന്ന ഫലപ്രദങ്ങളായ ആ ഉപായങ്ങൾ ഇന്നുള്ളവർക്കും ആചരിക്കുവാൻ യോഗ്യങ്ങളാകുന്നു. ഇപ്പൊ മെഡിക്കൽ ഫീൽഡിൽ ആദ്യമായിട്ട് ഒരു കാലഘട്ടത്തിൽ ക്യാൻസർ എന്ന രോഗം ഡോക്ടർമാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. ആ ക്യാൻസർ എന്ന രോഗത്തിന് ഗവേഷണം ചെയ്ത് അവര് ഒരു മരുന്ന്, ഒരു പരിഹാരം കണ്ടെത്തിയിട്ടും ഉണ്ടാകും. ആ പരിഹാരം ഇന്ന് അതേ ക്യാൻസർ ആർക്ക് വന്നാലും അവർക്ക് കൊടുക്കാവുന്നതാണ്. വലിയൊരളവ് വരെ ക്യാൻസറിന് അത് പരിഹാരവും ആകും. വ്യക്തിപരമായിട്ടുള്ള ശരീരഘടന അനുസരിച്ച് ചിലർക്ക് ചിലപ്പോൾ അത് പറ്റിയില്ല എന്നും വന്നേക്കാം. എന്നാലും ഭൂരിപക്ഷത്തിനും അത് ഗുണം ചെയ്യും. പനി വന്നാൽ, അതേപോലെ തന്നെ മറ്റു പല രോഗങ്ങൾ വന്നാൽ, അത് ആദ്യം വന്നപ്പം വൈദ്യലോകം ഒന്ന് പകച്ചു നിന്ന് പോയിട്ടുണ്ടാകും. പക്ഷെ അവരതിന് ക്രമേണ പരിഹാരം കണ്ടുപിടിച്ചു. ആ പരിഹാരം എല്ലാ മനുഷ്യർക്കും എക്കാലത്തും പ്രയോജനപ്പെടുന്നതാണ്. അതേപോലെ പൂർവസൂരികൾ കാണിച്ചു തന്ന ഫലപ്രദങ്ങളായ ആ ഉപായങ്ങൾ ഇന്നുള്ളവർക്കും ആചരിക്കാൻ യോഗ്യങ്ങളാകുന്നു. അപ്പൊ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ മാനവരാശി അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രതിസന്ധികളെ പറ്റിയിട്ടുള്ള പ്രതിപാദനങ്ങളുണ്ട്. അവയ്ക്ക് തെളിയിച്ചിട്ടുള്ള പരിഹാരങ്ങളും ഉണ്ട്. അതിനെ ഇന്നും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ആ അറിവ്, അതിൽ ചിലപ്പം ചില മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടി വന്നേക്കാം. ആ കാലഘട്ടത്തിലുള്ള അറിവ് അങ്ങനെ തന്നെ ഇപ്പൊ നടത്താൻ പറ്റി എന്ന് വരില്ല. അതൊന്ന് മോഡിഫൈ ചെയ്ത് എടുക്കേണ്ടി വരും. അതായത് സാർവകാലികമായതിനെ എപ്പോഴും ആനുകാലികമാക്കി മാറ്റിക്കൊണ്ടേയിരിക്കേണ്ടി വരും. നമ്മളിപ്പോൾ ചെയ്യുന്നത് അതാണ്. സാർവകാലികമായിട്ടുള്ള ഈ അറിവുകളെ ആനുകാലികമാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ ഈ ആനുകാലികതയ്ക്ക് പ്രസക്തി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിനനുസരിച്ച് ഈ സാർവകാലികമായ അറിവിനെ ആനുകാലികമാക്കി മാറ്റണം. അപ്പൊ പണ്ട് അത് ഫലിച്ചു, ഇപ്പൊ ഫലിക്കില്ല, അങ്ങനെയല്ല. പണ്ട് ഫലിച്ചതും ഇപ്പോഴും ഫലിക്കും. പണ്ട് മനുഷ്യർ തന്നെയായിരുന്നില്ലേ? അവരുടെ ജീവിതത്തിലുള്ള വികാരങ്ങൾ ഏകദേശമൊക്കെ ഇന്നുണ്ടാവുന്ന വികാരങ്ങളല്ലേ? ദേഷ്യം 2-ാം നൂറ്റാണ്ടിലെ മനുഷ്യർക്കുണ്ടായിട്ടുള്ള ദേഷ്യമല്ല 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യർക്കുണ്ടാവുന്നതെന്ന് പറയാൻ പറ്റുമോ? 2-ാം നൂറ്റാണ്ടിലെ മനുഷ്യരൊക്കെ എന്ത് സങ്കടം അനുഭവിച്ചിരിക്കുന്നു. അതൊക്കെ ഞങ്ങൾ 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യരല്ലേ അനുഭവിക്കുന്നത്. 300 BCE ജനിച്ച ആൾക്കാർ എന്ത് സന്തോഷം അനുഭവിച്ചിരിക്കുന്നു. നമ്മളല്ലേ സന്തോഷം അനുഭവിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പം ഇതൊക്കെ എല്ലാ കാലത്തും ഒരേപോലെ തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ഈ പുരാണ ഇതിഹാസങ്ങളും മറ്റും ഭാരതീയ സംസ്കൃതിയുടെ പ്രാധാന്യം അവിടെയാണ്. അതായത് മനുഷ്യനെയാണ് ഇവർ കാണുന്നത്, മനുഷ്യന്റെ പ്രശ്നങ്ങളെയാണ് ഇവർ അഭിമുഖീകരിക്കുന്നതും പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നതും. അതുകൊണ്ടാണ് ഇതിന് പ്രാധാന്യമുള്ളത്. അല്ലാതെ ഇത് മാമൂലുകളുടെ ഒരു പുസ്തകമല്ല. ഇത് ആധുനിക കാലഘട്ടത്തിൽ വളരെ പ്രയോജനപ്രദമായ അറിവുകളുടെ ഒരു നിധിയാണ്. അതുകൊണ്ടാണ് ഈ വാക്കുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാവുന്നത്. പൂർവസൂരികൾ കാണിച്ചു തന്ന ഫലപ്രദങ്ങളായ ആ ഉപായങ്ങൾ ഇന്നുള്ളവർക്കും ആചരിക്കാൻ യോഗ്യങ്ങളാകുന്നു. പൂർണ്ണ വിശ്വാസത്തോടുകൂടി ആ മാർഗങ്ങളെ സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഏതൊരുവർക്കും ഇക്കാലത്തും ഫലപ്രാപ്തിയിലെത്തുക തന്നെ ചെയ്യും. മഹാത്മാക്കളായ പൂർവികന്മാർ പരീക്ഷിച്ചു നോക്കി ഫലപ്രദമെന്ന് കണ്ട ഉപായങ്ങളെ കുറിച്ച് അറിവുണ്ടായിട്ടും അവയെ അനാദരിച്ചുകൊണ്ട്
സ്വന്തമായി പുതിയ മാർഗങ്ങൾ ആവിഷ്കരിച്ച് പ്രാവർത്തികമാക്കുന്നയാളുടെ പ്രയത്നം വീണ്ടും നിഷ്ഫലമായി ഭവിക്കുന്നു. പുതിയതൊന്നും കണ്ടെത്തരുത് എന്നല്ല പറഞ്ഞത്. പഴയതിൻ്റെ തിരിച്ചറിവിൽ വേണം പുതിയതിനെ കണ്ടെത്താൻ. പഴയതൊക്കെ അനാദരിച്ചുകൊണ്ട് പുതിയത് കണ്ടെത്താൻ ശ്രമിച്ചാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെ വാക്കുകൾക്കൊക്കെ ധാതുക്കൾ ഉണ്ടാവും. ആ ധാതുക്കൾക്കൊക്കെ പലതരത്തിലുള്ള അർത്ഥങ്ങൾ ഉണ്ടാവും. ആ അർത്ഥങ്ങളൊക്കെ യുക്തിസഹമായ രീതിയിൽ ക്രോഡീകരിച്ച് ആശയങ്ങളാക്കി മാറ്റാൻ സാധിക്കും. പക്ഷെ ആ ആശയങ്ങൾ കൊണ്ടൊന്നും ജീവിതത്തിൽ വലിയ ഗുണം ഉണ്ടാവുകയില്ല. ഉണ്ടാവും എന്നൊക്കെ നമുക്ക് വാചകടിക്കാം, ഉണ്ടാവുകയില്ല. എന്താ ഉറപ്പ്? നമ്മുടെ ചുറ്റുപാടുകളിൽ അതേപോലെ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അവരെ ഒന്ന് നിഷ്പക്ഷമായിട്ട് നിരീക്ഷിച്ചാൽ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാകും. അതുകൊണ്ട് ഭൂമിദേവി പൃഥു മഹാരാജാവിനോട് പറഞ്ഞത് പൃഥു മഹാരാജാവിനോട് മാത്രമായിട്ട് പറഞ്ഞതല്ല, എന്നോട് നിങ്ങളോട് കൂടി പറഞ്ഞതാണ്. മഹാത്മാക്കളായ പൂർവികന്മാർ പരീക്ഷിച്ച് നോക്കി ഫലപ്രദമെന്ന് കണ്ട ഉപായങ്ങളെ കുറിച്ച് അറിവുണ്ടായിട്ടും അവയെ അനാദരിച്ചുകൊണ്ട് സ്വന്തമായി പുതിയ മാർഗങ്ങൾ ആവിഷ്കരിച്ച് പ്രാവർത്തികമാക്കുന്ന ആളുടെ പ്രയത്നം വീണ്ടും നിഷ്ഫലമായി ഭവിക്കുന്നു. അവ ഭംഗിയുള്ള കടലാസുപൂക്കളെ പോലെ ആയിരിക്കും, പൂജയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല, തലയിൽ ചൂടാൻ പറ്റുകയില്ല. അവ വേണമെങ്കിൽ നിർജീവമായ ഒരു ബിംബത്തിന്റെ തലയിൽ ചൂടാൻ സാധിക്കും. പക്ഷെ സചേതനമായ ഒന്നിനത് അലങ്കാരമായി കൊള്ളണം എന്നില്ല. മഹാരാജാവേ, ഈ ലോകത്ത് ജീവിക്കുന്ന ജീവജാലങ്ങളുടെ ക്ഷേമപൂർണമായ ജീവസന്ധാരണത്തിന് പര്യാപ്തമായ ധാന്യങ്ങളുടെ വിത്തുകളും മറ്റു സസ്യങ്ങളും പണ്ട് ബ്രഹ്മദേവൻ എന്നിൽ നിക്ഷേപിച്ചിരുന്നു. എന്നാൽ ധർമ്മമര്യാദകളെ ഉല്ലംഘിച്ചുകൊണ്ട് യഥേഷ്ടം കഴിയുന്ന ദുർജനങ്ങൾ അവയൊക്കെ ചൂഷണം ചെയ്ത് അനുഭവിക്കാൻ തുടങ്ങിയത് ഞാൻ കണ്ടറിഞ്ഞു. പൃഥു ഭൂമിയോട് പറയുന്നുണ്ട്, ബ്രഹ്മദേവൻ നിന്നില് ലോകരാശിയുടെ നന്മയ്ക്കായിക്കൊണ്ട് ഔഷധികളുടെ വിത്തുകളും പലതരത്തിലുള്ള ഭക്ഷണങ്ങളുടെ വിത്തുകളും നിക്ഷേപിച്ചിട്ടുണ്ട്. നീ അതൊക്കെ ഒളിപ്പിച്ച് സ്വാർത്ഥ പൂരണത്തിന് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല മഹാരാജാവേ. ഈ ലോകത്ത് ജീവിക്കുന്ന ജീവജാലങ്ങളുടെ ക്ഷേമപൂർണമായ ജീവസന്ധാരണത്തിന് പര്യാപ്തമായ ധാന്യങ്ങളുടെ വിത്തുകളും മറ്റു സസ്യങ്ങളും പണ്ട് ബ്രഹ്മദേവൻ എന്നിൽ നിക്ഷേപിച്ചിരുന്നു. അത് സത്യമാണ്. എന്നാൽ ധർമ്മമര്യാദകളെ ഉല്ലംഘിച്ചുകൊണ്ട് യഥേഷ്ടം കഴിയുന്ന ദുർജനങ്ങൾ അവയൊക്കെ ചൂഷണം ചെയ്ത് അനുഭവിക്കാൻ തുടങ്ങിയത് ഞാൻ കണ്ടറിഞ്ഞു. വേണ്ടത് വേണ്ടത്ര എടുക്കുക എന്നുള്ളതല്ല, അനാവശ്യമായി തന്നെ ചൂഷണം ചെയ്യുകയാണ്. എല്ലാവർക്കും വേണ്ടതാണ്, അത് ആർക്കും കൊടുക്കാതെ ചിലർക്കു മാത്രമായിട്ട് എടുക്കാൻ തുടങ്ങുക. ഇപ്പൊ നമ്മള് യാത്ര ചെയ്യുന്ന സമയത്ത് ചില ചെടികളുടെ മുകളിലൊക്കെ വലകൾ ഇട്ടിരിക്കുന്നത് കാണാം. ആ ചെടികളിലുള്ള പഴങ്ങൾ മറ്റ് ജീവജാലങ്ങളൊന്നും എടുത്തു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ചെടി അതിൻ്റെ ഫലത്തെ, പഴത്തെ കൊടുക്കുന്നത് എല്ലാവർക്കുമാണ്. എല്ലാവർക്കും കൊടുത്തിട്ടാണ്, എല്ലാവർക്കും കൊടുക്കാനുള്ളത്ര അത് ഉണ്ടാക്കുന്നുണ്ട്. സ്വാർത്ഥമതികളായ മനുഷ്യര് ഞാൻ എൻ്റേത്, എനിക്കുള്ളത് എന്ന ഇട്ടാവട്ട സങ്കോച തലത്തിൽ നിന്ന് ജീവിക്കുന്ന മനുഷ്യർ ഇത് മുഴുവനും എനിക്ക് വേണം, അത് ചൂഷണമാണ്. മറ്റു ജീവജാലങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. നമ്മുടെ പ്രയത്നത്തിന്റെ ഫലം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. നമ്മുടെ പ്രയത്നത്തിന്റെ ഫലം നമ്മളടക്കമുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടിട്ടുള്ളതാണ്. നദിയുടെ പ്രയത്ന ഫലം നദിക്ക് മാത്രം അവകാശപ്പെട്ടിട്ടുള്ളതല്ല, അതെല്ലാവർക്കും കൂടിയുള്ളതാണ്. സൂര്യന്റെ പ്രയത്ന ഫലം സൂര്യന് മാത്രം അവകാശപ്പെട്ടിട്ടുള്ളതല്ല, അതെല്ലാവർക്കും അവകാശം ഉള്ളതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത.
ഭാരതീയ സംസ്കൃതിയുടെ പ്രത്യേകത അതാണ്. ആ പ്രത്യേകത നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ പുറന്തോടുകളാണ് ഇന്ന് പലതരത്തിലുള്ള ചായമൊക്കെ പൂശി ജനങ്ങളെ ഭ്രമിപ്പിക്കുവാൻ വേണ്ടി അവതരിപ്പിക്കുന്നത്. ഈ രീതിയിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രതീക്ഷയുമില്ല. ഇതൊക്കെ കേട്ടതുകൊണ്ട് കേൾക്കുന്നവരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പിന്നെന്തിനാ ഇതൊക്കെ പറയണത്? കഴുത കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ ഒരു രസം, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിൽ ഞാൻ നട്ടു വളർത്തുന്ന പേരമരം, പേരയ്ക്കകൾ കായ്ക്കുന്നത് എനിക്ക് മാത്രമല്ല, എൻ്റെ പറമ്പിൽ ഞാൻ നട്ടു വളർത്തുന്ന വാഴകൾ കുലയ്ക്കുന്നത് എനിക്ക് മാത്രമല്ല. ഈ ലോകത്ത് ഒന്നും ഇതെല്ലാവർക്കും കൂടിയുള്ളതാണ്. എൻ്റെ വീട് എൻ്റേത് മാത്രമല്ല. എൻ്റെ വീട് ഉറുമ്പുകളുടെയും എട്ടുകാലികളുടെയും പല്ലികളുടെയും എലികളുടെയും കാക്കകളുടെയും പ്രാവുകളുടെയും അണ്ണാറക്കണ്ണന്മാരുടെയും മരപ്പട്ടികളുടെയും ഞാൻ വീട്ടിൽ വളർത്തുന്ന പട്ടികളുടെയും ഒക്കെ ചേർന്നതാണ്. മധുസൂദനൻ നായരുടെ കവിത ശകലം വീണ്ടും ഓർമ്മ വരികയാണ്. നമ്മൾ മാത്രമല്ല നമ്മൾ, മൊഴിയുന്നിതമ്മ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ്. മഹാരാജാവെ, ഈ ലോകത്ത് ജീവിക്കുന്ന ജീവജാലങ്ങളുടെ ക്ഷേമപൂർണമായ, മനുഷ്യരുടെ എന്നല്ല പറഞ്ഞത്, ജീവജാലങ്ങളുടെ ക്ഷേമപൂർണമായ ജീവസന്ധാരണത്തിന് പര്യാപ്തമായ ധാന്യങ്ങളുടെ വിത്തുകളും മറ്റു സസ്യങ്ങളും പണ്ട് ബ്രഹ്മദേവൻ എന്നിൽ നിക്ഷേപിച്ചിരുന്നു. എന്നാൽ ധർമ്മമര്യാദകളെ ഉല്ലംഘിച്ചുകൊണ്ട്, ആരായിരിക്കും ഈ ധർമ്മമര്യാദകളെ ഉല്ലംഘിച്ച്? കാക്കകളായിരിക്കുമോ? പ്രാവുകളായിരിക്കുമോ? പരുന്തുകളായിരിക്കുമോ? അണ്ണാറക്കണ്ണന്മാരായിരിക്കുമോ? മനുഷ്യര് മാത്രമായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ധർമ്മമര്യാദകളെ ഉല്ലംഘിച്ചുകൊണ്ട് യഥേഷ്ടം കഴിയുന്ന ദുർജനങ്ങൾ അവയൊക്കെ ചൂഷണം ചെയ്ത് അനുഭവിക്കാൻ തുടങ്ങിയത് ഞാൻ കണ്ടറിഞ്ഞു. അങ്ങയെപ്പോലുള്ള പ്രജാക്ഷേമ തൽപരരായ രാജാക്കന്മാർ ഇല്ലാതിരുന്നത് മൂലം കൃഷി മുതലായ പ്രവർത്തികൾ യഥാസമയത്ത് നടത്തിച്ച് ജനങ്ങൾക്ക് വേണ്ടുന്ന ധാന്യാദികൾ ഉൽപ്പാദിപ്പിക്കാതെയും യജ്ഞം തുടങ്ങിയ സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ദേവതകളെ ആദരിക്കാതെയുമായതോടെ ലോകത്ത് കള്ളന്മാരും കൊള്ളക്കാരും അധികരിച്ചു വന്നു. യോഗ്യനായ ഒരു രാജാവുണ്ടാകുന്ന കാലത്ത് യാഗം തുടങ്ങിയ കർമ്മങ്ങൾക്ക് ആവശ്യമായ ധാന്യങ്ങളും ചെടികളും നശിച്ചു പോകാതെ നിലനിർത്തേണ്ടത് ആവശ്യമാകയാൽ അവയുടെ വിത്തുകളെ ഞാൻ ഉള്ളിൽ ഒതുക്കി വച്ചിരിക്കുകയാണ്. ഇതിലൂടെ ഭൂമിദേവി മറ്റൊരു സത്യത്തെ വെളിപ്പെടുത്തുകയാണ്. ഇത് സചേതനമായതാണ് ഈ ഭൂമി. ഇത് നിങ്ങൾ എത്ര ചൂഷണം ചെയ്യാൻ ശ്രമിച്ചാലും, നോൺ പ്രൊഡക്റ്റീവാണ് ഭൂമി എന്ന് പ്രത്യക്ഷത്തിൽ തോന്നിയാലും, അതിനി വരാൻ പോകുന്ന നല്ല ആൾക്കാർക്ക് ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം അതിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിനെ നശിപ്പിക്കാൻ സാധിക്കില്ല. ആരുടെ ദുരയ്ക്കും ഇതിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ സാധിക്കില്ല. ടെമ്പററി ആയിട്ടൊരു സെറ്റ് ബാക്ക് ഉണ്ടായേക്കാം, പക്ഷേ അത് സർവവിനാശത്തിനൊന്നും കാരണമാവുകയില്ല. ഭൂമി പറയുകയാണ്, അങ്ങേപ്പോലെയുള്ള പ്രജാക്ഷേമ തൽപരരായ രാജാക്കന്മാർ ഇല്ലാതിരുന്നത് മൂലം, നല്ല ഭരണാധികാരികൾ ഇല്ലാതിരുന്നത് മൂലം കൃഷി മുതലായ പ്രവർത്തികൾ യഥാസമയത്ത് നടത്തിച്ച് ജനങ്ങൾക്ക് വേണ്ടുന്ന ധാന്യാദികളെ ഉൽപ്പാദിപ്പിക്കാതെയായി. കൃഷി വേണ്ട സമയത്ത് ചെയ്യണം. അതിന് സർക്കാരുകളാണ്, രാജാക്കന്മാരാണ് ഒത്താശ ചെയ്തു കൊടുക്കേണ്ടത്. ആ കൃഷി ഇല്ലാണ്ടായി. സദ്ഭരണമില്ലാതെയായപ്പോൾ കൃഷിയില്ലാതെയായപ്പോൾ മനുഷ്യന് മാത്രമല്ല ബുദ്ധിമുട്ട്, സർവ്വജീവജാലങ്ങൾക്കുമാണ് ബുദ്ധിമുട്ട്. അപ്പൊ മനുഷ്യരവരുടെ ദുഷ്ടത കൊണ്ട് അവർക്ക് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, മറ്റു ജീവജാലങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു.
അപ്പൊ അതുകൊണ്ട് അങ്ങേപോലുള്ള പ്രജാക്ഷേമ തൽപരരായ രാജാക്കന്മാർ ഇല്ലാതിരുന്നത് മൂലം കൃഷി മുതലായ പ്രവൃത്തികൾ യഥാസമയത്ത് നടത്തിച്ച് ജനങ്ങൾക്ക് വേണ്ടുന്ന ധാന്യാദികളെ ഉത്പാദിപ്പിക്കാതെയും യജ്ഞം തുടങ്ങിയ സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ദേവതകളെ ആദരിക്കാതെയുമായതോടെ, ദേവതകളെയും പ്രസാദിപ്പിക്കണം, സട്ടിൽ ഗ്രോസ് ബാലൻസ് നിലനിർത്തണം, സൂക്ഷ്മ സ്ഥൂല സന്തുലിതാവസ്ഥയെ നിലനിർത്തണം. അതിന് കൃഷി കൃത്യസമയത്ത് നടത്തിയാൽ മാത്രം പോരാ, അതിന് ദേവതകളെയും സന്തോഷിപ്പിക്കണം, സൂക്ഷ്മ ശക്തികളെ സന്തുലിതമായി നിർത്തണം, അതിന് യാഗങ്ങൾ നടത്തണം. അതൊക്കെ സദ്ഭരണാധികാരികൾ ചെയ്യേണ്ടതാണ്. അതൊക്കെ ഒരു സെക്യുലർ രാഷ്ട്രത്തിൽ ഏതു ഭരണാധികാരി വന്നാലും സാധിക്കുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടതും ആണ്. ഇതൊക്കെ വളരെ അനിവാര്യമായ കാര്യങ്ങളാണ്. ഇതൊക്കെ വെറും റിലീജിയനകത്ത് പെടുത്തി ഇതൊക്കെ ചിലരുടെ വിശ്വാസ പ്രമാണങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് ഒതുക്കി നിർത്തുമ്പോൾ മാനവരാശിക്ക് ഗുണമുണ്ടാകാൻ സാധ്യതയുള്ള അറിവുകളെയാണ് മാറ്റി നിർത്തുന്നത് എന്ന് മറന്നു പോകാതിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ യാഗാദികൾ യജ്ഞാദികൾ നടക്കണം. ഇപ്പം യാഗാദികളും യജ്ഞാദികളും എല്ലാം നടക്കുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ക്ഷേത്രങ്ങൾ നടത്തുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. യാഗയജ്ഞാദികൾ നടത്തുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഭാരതീയ ആധ്യാത്മികതയുടെ ഈ പുനർജീവനം പോലും വ്യക്തികൾക്ക് ധനമുണ്ടാക്കാൻ വേണ്ടി മാത്രമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ദുഃഖിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്, ലജ്ജിക്കേണ്ടുന്ന ഒരു കാര്യവും കൂടി ആണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതാണ്, ചിന്തിക്കാതിരിക്കാൻ പറ്റാത്തതാണ്. കേൾക്കുന്നവർ വളരെ കുറച്ചു പേരായിരിക്കാം, പക്ഷെ എങ്കിലും ഇത് ഉറക്കെ പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങേപോലുള്ള പ്രജാക്ഷേമ തൽപരരായ രാജാക്കന്മാർ ഇല്ലാതിരുന്നത് മൂലം കൃഷി മുതലായ പ്രവൃത്തികൾ യഥാസമയത്ത് നടത്തിച്ച് ജനങ്ങൾക്ക് വേണ്ടുന്ന ധാന്യാദികളെ ഉത്പാദിപ്പിക്കാതെയും യജ്ഞം തുടങ്ങിയ സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ദേവതകളെ ആരാധിക്കാതെയുമായതോടെ സ്ഥൂല സൂക്ഷ്മ സന്തുലിതാവസ്ഥയെ നിലനിർത്തുവാൻ ശ്രമിക്കാതെ വന്നാൽ എന്ത് സംഭവിക്കും? ലോകത്ത് കള്ളന്മാരും കൊള്ളക്കാരും അധികരിച്ചു വന്നു. അവർ അധികരിക്കും. കള്ളന്മാരും കൊള്ളക്കാരും മാന്യമായി വേഷധാരണം നടത്തി നമ്മുടെ സമൂഹത്തിൽ പല തലങ്ങളിൽ വിഹരിക്കുന്നവര് കള്ളന്മാരും കൊള്ളക്കാരുമാണ്. ന്യായമായി ചെയ്തു കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് പണം കൈക്കൂലിയായി വാങ്ങിക്കുന്നവരെ പിന്നാൽ വേറെന്താ വിളിക്കുക നമ്മള്? ഞാൻ ചെയ്യേണ്ട കാര്യം കൃത്യമായി ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നാലേ ഞാനത് ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നത് കള്ളത്തരവും കൊള്ളത്തരവും അല്ലേ? അപ്പം അതുകൊണ്ട് അവരൊക്കെയാണ് ഇന്ന് ഈശ്വര ഭജനം നടത്തി നടക്കുന്നവർ. ഈശ്വരൻ തന്നെ രക്ഷിക്കട്ടെ എന്നല്ലാതെ എന്ത് പറയാനാ? അപ്പൊ അതുകൊണ്ട് ഈ യാഗയജ്ഞാദികൾ നിസ്വാർത്ഥമായി കൃഷി നടത്തണം, നിസ്വാർത്ഥമായി യാഗാദികൾ നടത്തണം. അപ്പൊ എന്ത് പറ്റും? കള്ളക്കാരും കൊള്ളക്കാരും ഇല്ലാണ്ടാവും. അല്ലെങ്കിൽ ഇവയൊക്കെ ധാരാളം വർദ്ധിക്കും. ലോകത്ത് കള്ളന്മാരും കൊള്ളക്കാരും അധികരിച്ചു വന്നു. യോഗ്യനായ ഒരു രാജാവുണ്ടാകുന്ന കാലത്ത് യാഗം തുടങ്ങിയ കർമ്മങ്ങൾക്ക് ആവശ്യമായ ധാന്യങ്ങളും ചെടികളും നശിച്ചു പോകാതെ നിലനിർത്തേണ്ടത് ആവശ്യമാകയാൽ അവയുടെ വിത്തുകളെ ഞാൻ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും കാലത്തൊരു സദ്ഭരണം വന്നേക്കാം. ആ സദ്ഭരണം വന്നാൽ അന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള ജീവദായകങ്ങളായിട്ടുള്ള വസ്തുക്കളെ ഭൂമിദേവി പറയുകയാണ് ഞാൻ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്, അതാ ഞാൻ പുറത്തുവിടാത്തത്. അതായത് ഒരു കാലത്തും സർവനാശം സർവവിനാശം എന്ന് പറയുന്നതില്ല. ഒരുപക്ഷെ വളരെ മോശമായ ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്, പക്ഷെ പ്രത്യാശയുടെ കിരണങ്ങൾ അപ്പോഴുമുണ്ട്. ഇതൊക്കെ നിരന്തരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം ഒരു കാലഘട്ടത്തിൽ മാറി സുതാര്യമായ മറ്റൊരു കാലഘട്ടം വന്നുകൂടായികയില്ല.
അന്നേക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഭൂമിദേവി പറയുകയാണ്, ഞാൻ എൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അത് സമയം വരുമ്പോൾ ഞാൻ പുറത്ത് എടുക്കും. അപ്പം സർവവിനാശമില്ല. ഈ ഭൂമിയെ, ഈ ലോകത്തെ നശിപ്പിക്കും എന്ന് നമുക്ക് തോന്നും, പക്ഷെ നശിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. കാരണം ഇതിന് അതിൻ്റേതായിട്ടുള്ള, ഈ ലോകത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു സെൽഫ് പ്രൊട്ടക്റ്റീവ് മെഷർ ഉണ്ട്.